ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ആണ് കുറച്ച് മുൻപ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ UOL ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വസനീയമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുള്ള ലുക്കാസ് മുസേറ്റിയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ നെയ്മർ ജൂനിയറെ പരിഗണിച്ചു തുടങ്ങി എന്ന സുപ്രധാനമായ ഒരു വാർത്തയാണ് പങ്കുവച്ചിട്ടുള്ളത്. അതായത് ഈ മാസം 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. ഫ്രാൻസും ക്രൊയേഷ്യയുമാണ് എതിരാളികൾ. ആ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ കാർലോ ആഞ്ചലോട്ടി വരുന്ന 16-ാം തീയതി പ്രഖ്യാപിക്കും. ആ സ്ക്വാഡിലേക്ക് ഇതുവരെ നെയ്മർ ജൂനിയറെ പരിഗണിക്കാൻ CBFO കാർലോ ആഞ്ചലോട്ടിയോ തയ്യാറായിരുന്നില്ല. പക്ഷെ ആ തീരുമാനം അവർ മാറ്റുകയാണ്. നെയ്മറെ ഇപ്പോൾ പരിഗണിച്ചു തുടങ്ങി എന്നാണ് UOL റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെയ്മർ ഇനി ചെയ്തു കാണിക്കേണ്ട കാര്യം എന്തെന്നാൽ, ഈ 16-ാം തീയതിക്ക് മുന്നേ 2 മത്സരങ്ങൾ സാന്റോസിന് അവശേഷിക്കുന്നുണ്ട്. ആ 2 മത്സരങ്ങളിൽ ഫിസിക്കൽ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ നല്ല രൂപത്തിൽ കളിക്കുക. എന്നാൽ നെയ്മറെ കാർലോ ആഞ്ചലോട്ടി വിളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ബ്രസീലിന്റെ ടെക്നിക്കൽ സ്റ്റാഫാണ് ഇപ്പോൾ നെയ്മർ ജൂനിയറെ വീണ്ടും പരിഗണിച്ചു തുടങ്ങിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിന് ആവശ്യമായി വരികയാണ്. റോഡ്രിഗോയെ നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എസ്റ്റവായോ വില്യൻ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന് ആവശ്യമുണ്ട്. നെയ്മറെ പരിഗണിച്ച് തുടങ്ങി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 11-ാം തീയതി മിറാസോളിനെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നു. പിന്നീട് 15-ാം തീയതി കൊറിന്ത്യൻസിനെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നു. ഈ 2 മത്സരങ്ങളിലും പരിക്കിന്റെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ നെയ്മർ കളിക്കേണ്ടതുണ്ട്. നിലവിൽ നെയ്മർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നിബന്ധനയൊന്നും കാർലോ ആഞ്ചലോട്ടി വെച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നല്ല രൂപത്തിൽ കളിക്കുക, തന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് തെളിയിക്കുക. എന്നാൽ ഈ മാസം തന്നെ നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീം തിരികെ വിളിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.